ഒരു ഫ്രേസൽ വേർബ് നമുക്കിന്ന് പരിചയപ്പെടാം. പിസ് ഓഫ്. പിസ് ഓഫ് എന്നാൽ ഒരാളെ ദേഷ്യം പിടിപ്പിക്കുക എന്നാണ് അർത്ഥം. ഹിസ് റൂഡ് കമൻസ് പിസ്ഡ് മീ ഓഫ്. അവൻ്റെ പരുഷമായ കമൻസ് എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇറ്റ് റിയലി പിസസ് ഹർ ഓഫ് വെൻ പീപ്പിൾ അറൈവ് ലേറ്റ്. ആളുകൾ വൈകി വരുന്നത് അവളെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കും. ദ വേ ഹി ടോക്സ് ടു എവരി വൺ പിസസ് ദം ഓഫ്. അവൻ ഓരോരുത്തരോടും സംസാരിക്കുന്നത് അവരെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കും. ഐ വാസ് പിസ്ഡ് ഓഫ് വെൻ ദേ ക്യാൻസൽ ദ മീറ്റിംഗ്. അവരാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇതേ പിസ് ഓഫ് എന്നുള്ളതിന് ഗെറ്റ് ഓഫ്, ഗെറ്റ് ലോസ്റ്റ്, ഒന്ന് പോടോ, ഒന്ന് പോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിസ് ഓഫ് ഒന്ന് ദേഷ്യം പിടിപ്പിക്കുക, മറ്റൊന്ന് ഇവിടുന്ന് ഒന്ന് പോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഹി ടോൾഡ് റിപ്പോർട്ടേഴ്സ് ടു പിസ് ഓഫ്. അവൻ പത്രലേഖകരോട് പോകാൻ പറഞ്ഞു. ഷീ ഷൗട്ടിഡ് പിസ് ഓഫ്, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്. അവൾ അലറി, ഒന്ന് പോയേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. സാന്ദർഭികമായി പറയട്ടെ, പിസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? പിസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. മൂത്രമൊഴിക്കുന്നതിന് ഇൻഫോർമലായി ഇംഗ്ലീഷിൽ പറയുന്നതാണ് പിസ്. അതിൻ്റെ ഫോർമൽ വേർഡ് എന്ന് പറയുന്നത് യൂറിനേറ്റ് എന്നാണ്. ഹി സ്റ്റോപ്പ് ദ കാർ ബിക്കോസ് ഹി നീഡഡ് ടു പിസ്. അവൻ കാറ് നിർത്തി, കാരണം എന്താ? അവന് മൂത്രമൊഴിക്കണമായിരുന്നു. ദ ഡ്രങ്ക് മാൻ വാസ് പിസിങ് ഇൻ ദ സ്ട്രീറ്റ്. ആ കുടിച്ച് ലക്ക് കെട്ടവൻ തെരുവിൽ മൂത്രമൊഴിക്കുകയായിരുന്നു. ദ ചൈൽഡ് പിസ്ഡ് ഓൺ ദ വാൾ. കുഞ്ഞ് ചുമരിന്മേൽ മൂത്രമൊഴിച്ചു. 2-3 കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിസ് ഓഫ് എന്നുള്ളതിൻ്റെ ഒരർത്ഥം ദേഷ്യം പിടിപ്പിക്കലാണ്. അതേ പിസ് ഓഫ് എന്ന് പറയുന്ന ഒരാളോട് കടന്നുപോ എന്ന് പറയുന്നതാണ്. പിസ് എന്നാൽ മൂത്രമൊഴിക്കലുമാണ്. ഓക്കെ, താങ്ക് യു.